അസ്സലാമു അലൈക്കും. അടിയെന്ന് പറഞ്ഞാൽ നല്ല ഒന്നാം തരം അടി. ഒരുപക്ഷെ ഈ അടുത്ത കാലത്തായി ഇസ്രായേലിന് ഇത്രയധികമുള്ള ഒരു പ്രത്യാഘാതം ഏറ്റുവാങ്ങേണ്ടി വന്നു കാണില്ല. അത്രമേൽ കനത്ത പ്രഹരമായിരുന്നു ഇറാനിൽ നിന്നും ഇസ്രായേലിന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഇസ്രായേലിന്റെ പ്രധാന നഗരങ്ങളായ ടെൽ അവീവ് അടക്കം നിരവധിയിടങ്ങളിൽ അതിശക്തമായ ആക്രമണമായിരുന്നു ഇറാൻ അഴിച്ചുവിട്ടത്. ഇസ്രായേലിന്റെ അയൺ ഡോം അടക്കമുള്ള എല്ലാവിധ പ്രതിരോധ സംവിധാനങ്ങളെയും തകർത്തെറിഞ്ഞുകൊണ്ടായിരുന്നു ഇറാനിന്റെ ഓരോ മിസൈലുകളും ഇസ്രായേലിന്റെ പ്രധാന നഗരങ്ങളിൽ വന്നു പതിച്ചത്. അതിന്റെ ഭാഗമായിട്ട് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ളത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരാൾ മരണപ്പെട്ടുവെന്നും നിരവധി ആളുകൾ മരണപ്പെട്ടുവെന്നും നിരവധി ആളുകൾക്ക് പരിക്കേറ്റുമെന്നുമുള്ള ഓരോ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഏതാനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇറാനിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത്. അതിന്റെ ഭാഗമായിട്ട് ഇറാനിലെ ഒരുപാട് സൈനിക തലവന്മാർ, അതോടൊപ്പം ആണവായുധ ശാസ്ത്രജ്ഞരടക്കമുള്ള ഒരുപാട് ആളുകൾ മരണപ്പെടുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഇസ്രായേലിലേക്ക് ഇറാന്റെ തിരിച്ചടി. ആ തിരിച്ചടിയിൽ അക്ഷരാർത്ഥത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി പോലും ഭയന്നിരിക്കുകയാണ്. നെതന്യാഹു നാടുവിട്ടു എന്ന് പറയുന്നത് ഇസ്രായേൽ പത്രവാർത്താ മാധ്യമങ്ങൾ തന്നെയാണ്. ദി ജെറുസലേം പോസ്റ്റ് എന്ന് പറയുന്ന ഇസ്രായേൽ മാധ്യമം ഇറാന്റെ പ്രതികാര നടപടികളെ ഭയന്നുകൊണ്ട് ഇസ്രായേലിന്റെ സ്റ്റേറ്റ് വിമാനമായിട്ടുള്ള വിങ് ഓഫ് സിയോൻ ഏതൻസിലേക്ക് പുറപ്പെട്ടു എന്നുള്ള വാർത്തയായിരുന്നു അവർ റിപ്പോർട്ട് ചെയ്തത്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും പ്രസിഡന്റ് ഐസക് ഹെർസോഗിനും അന്താരാഷ്ട്ര സന്ദർശന വേളകളിൽ ഔദ്യോഗികമായി യാത്ര ചെയ്യുന്ന വിമാനമാണ് കഴിഞ്ഞ ദിവസം, അതായത് വെള്ളിയാഴ്ച രാവിലെ ഏതൻസിലേക്ക് പുറപ്പെട്ടു എന്നുള്ള വാർത്തകൾ അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. 2024 ഏപ്രിലിൽ ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ ആക്രമണത്തിനിടെയും വടക്കൻ നെഗേവിലെ നെവാറ്റിം എയർബേസിൽ നിന്ന് ഈ വിമാനം മുമ്പ് പറന്നിരുന്നു എന്ന് അവർ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നോക്കൂ, ആക്രമിക്കുക, പിന്നെ എവിടെയെങ്കിലും ഭയന്നോടുക. നോക്കൂ, ഇസ്രായേലിലെ ഓരോ ജനതയും ഓരോ നിമിഷവും ഭയപ്പാടോടുകൂടിയാണ് ജീവിച്ചു പോകുന്നത്. ഓരോ നിമിഷവും ഇസ്രായേലിന്റെ നഗരങ്ങളിൽ സൈറൻ മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. പുറത്തിറങ്ങാൻ സാധിക്കാതെ ബങ്കറുകളിൽ അഭയം തേടേണ്ടി വരുന്ന, ഭയപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് ഇസ്രായേൽ ജനത മാറിയിരിക്കുന്നു. ആരാണതിനെല്ലാം ഉത്തരവാദി? സമാധാനം ആഗ്രഹിക്കാത്ത, യുദ്ധം വേണമെന്ന് ആഗ്രഹിക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹു തന്നെയാണ് അതിന്റെ ഉത്തരവാദി. ഇസ്രായേലിലെ ജനങ്ങൾ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്ന കാഴ്ചയും വാർത്തകളും ഒക്കെ ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. നോക്കിയൊരു വിഷയത്തിൽ ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള ഖാംനഈ പറഞ്ഞത്, ഇസ്രായേലിനോട് ഒരു തരത്തിലുള്ള ദയയും കാണിക്കില്ല, ഇനി അവരുടെ ജീവിതം ഇരുളടഞ്ഞതായിരിക്കും. നോക്കൂ, യുദ്ധം എന്ന് പറയുന്നത് ഒരു പ്രശ്നങ്ങൾക്കും പരിഹാരമല്ല, നേരെ മറിച്ച് അത് സർവനാശത്തിനുള്ള ഒരു വഴി മാത്രമാണ്. ഇരുഭാഗങ്ങളിൽ മരിച്ചു വീഴുന്നത് നിരപരാധികളായ മനുഷ്യരായിരിക്കും. ഇറാൻ വിജയിക്കുമെന്നോ ഇസ്രായേൽ പരാജയപ്പെടുമെന്നോ എന്ന് നമുക്കാർക്കും അറിയില്ല. പക്ഷെ നിരപരാധികളായ 10,000-കണക്കിന് പിഞ്ചുമക്കളുടെ ചോരയിൽ ആനന്ദ നൃത്തമാടിയവനെതിരെ ആരെങ്കിലും ഒരു കരിങ്കൽ ചീലെടുത്തെറിഞ്ഞാൽ അത് ഹൃദയമുള്ള മനുഷ്യർക്ക് സന്തോഷമാണ്. വർഷങ്ങളായി 10,000-കണക്കിന് വരുന്ന പിഞ്ചുകുട്ടികളും സ്ത്രീകളും അടക്കമുള്ള നിരപരാധികളായ മനുഷ്യർ കൊന്നെടുക്കപ്പെട്ടപ്പോൾ എവിടെയായിരുന്നു ഈ മനുഷ്യത്വവും സ്നേഹവുമെല്ലാം? ഒരു കാലവും കണക്ക് ചോദിക്കാതെ കടന്നുപോയിട്ടില്ല.